അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുഹു വനുസല്ലി വനുസല്ലിം അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. അടിപൊളി ഒരു റെസിപ്പി വീഡിയോ. രണ്ട് ഗുണമുണ്ട് ഈ വീഡിയോ കണ്ടാൽ. ഒന്ന്, നല്ല അറബി പഠിക്കാം. രണ്ട്, നല്ലൊരു റെസിപ്പിയും പഠിക്കാം. വളരെ നല്ല രീതിയിലാണ് ഇതിൽ വിശദീകരിച്ചിട്ടുള്ളത്. മത്ബഖുനൽ യമനി യമനി കിച്ചൺ എന്ന് പറയുന്ന ഒരു ചാനലിൽ സഹോദരി വിവരിക്കുന്നതാണ്. സൂപ്പർ ക്ലിപ്പ് എന്ന് വേണം പറയാൻ. ഓക്കെ, നമുക്ക് ആദ്യം വാക്കർത്ഥങ്ങൾ നോക്കാം, പിന്നെ പരിഭാഷ നോക്കാം. ഫുർ, ഓവൺ. വസ്ഫ, ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ചിലരൊക്കെ അറിയാതെ വസ്ഗ എന്ന് വായിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഫോണ്ടിന് മാറ്റാം. ഇത് വസ്ഫ എന്നാണ്. ഈ വാക്ക് വസാഫ, യസിഫു. അപ്പോൾ നമ്മൾ അലിഫ് വാവ് യാ മൂന്നക്ഷരങ്ങൾ ഒന്നായിട്ട് വന്നാൽ നിങ്ങളിപ്പോൾ തൽക്കാലം വിട്ടേക്ക്, അത് ഇറഗുലറാന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ സാധാരണയിൽ നിന്ന് മാറി ചില പ്രത്യേകതകൾ ഇതിനുണ്ട്. എന്താണെങ്കിലും ആ വാക്കിൻ്റെ അർത്ഥം പഠിക്കാം. വിശേഷിപ്പിക്കാൻ അർത്ഥം വസഫ യസിഫു. അപ്പം നമ്മൾ സാധാരണ നമ്മുടെ ഭാഷയിൽ പ്രിസ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഡിസ്ക്രിപ്ഷൻ, പ്രിസ്ക്രിപ്ഷൻ. അപ്പം രോഗിക്ക് മരുന്ന് എഴുതി കൊടുക്കുന്നതിന് പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയും. ഒരു കാര്യം വിശദീകരിച്ച് കൊടുക്കുന്നതിന് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയും. അപ്പോൾ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിലുണ്ട്. ഇതൊക്കെ ഏകദേശം ഒരു കാര്യം കുറിച്ച് കൊടുക്കുക, വിശദീകരിച്ച് കൊടുക്കുന്നതിന് പറയുന്ന കാര്യം. അതേപോലെ വസഫ യസിഫു വിവരിക്കാൻ അർത്ഥം. ഇപ്പോൾ ഡോക്ടർ മരുന്ന് എഴുതി കൊടുത്താലും വസ്ഫ് എന്ന് പറയും. അതുപോലെ തന്നെ റെസിപ്പി പറയുന്നതിന് വസ്ഫ എന്ന് പറഞ്ഞു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വസ്ഫുൽ വീഡിയോ എന്ന് പറയുന്നുണ്ട്. വീഡിയോന് ഡിസ്ക്രിപ്ഷൻ എന്നർത്ഥം. അപ്പോൾ പ്രിസ്ക്രിപ്ഷൻ, ഡിസ്ക്രിപ്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ റെസിപ്പി, ഈ പറയുന്ന വാക്കൊക്കെ അക്ഷരങ്ങൾ മാറി മാറി വരും. ഒരു കാര്യം വിശദീകരിച്ച് വിവരിച്ച് കൊടുക്കുകയാണ്. റെസിപ്പി ആകാം, അത് മരുന്നാകാം, അത് വീഡിയോനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആകാം. വസഫ യസിഫു, വിശേഷിപ്പിച്ച് പറയുക. അപ്പോൾ വസ്ഫ്, വസ്ഫ എന്നൊക്കെയുള്ള വാക്ക് ഈ അർത്ഥങ്ങളിൽ കറങ്ങിത്തിരിഞ്ഞു വരുന്ന വാക്കാണ്. താം, ത്വഅമ എന്ന ഈ മൂന്നക്ഷരം വരുമ്പോൾ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഭക്ഷണം കഴിപ്പിച്ചു. അത്വഅമ, താം ടേസ്റ്റ് എന്നർത്ഥം. അർവ, റ വാവ് ഐനാണ് ഇതിൻ്റെ. അപ്പം വാവ് അലിഫ് വാവ് യാ വന്നാൽ നമ്മൾ പറഞ്ഞ റെഗുലറാണ്. നിങ്ങൾ തൽക്കാലം അറിയുന്നത് മനസ്സിലാക്കുക, ബാക്കി വിട്ടേക്കുക. അപ്പോൾ റായ റൗ എന്നൊക്കെ പറഞ്ഞാൽ മികച്ച എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അർവ, എന്തൊരു സാധനം. ഇതിൽ വീഡിയോയിൽ കുറച്ച് സംസാര ശൈലിയിലാണ് പറയാം. വല അർവ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗ്രാമർ പരമായിട്ടൊന്നും എൻ്റെ ബാക്കിൽ പോകരുത്. അതൊരു പ്രയോഗമാണ്. എന്തൊരു ടേസ്റ്റ്, ഒരു രക്ഷയില്ല എന്നൊക്കെ നമ്മൾ പറയല്ലോ. അപ്പോൾ ഒരു രക്ഷയും ഇല്ല എന്നുള്ളതിന് ഒരു ഡിക്ഷണറി പോലെ വായിച്ചിട്ട് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു മലയാളം ഡിക്ഷണറി നോക്കി പഠിക്കുന്ന വന്നിട്ട് പറഞ്ഞു രക്ഷ, എസ്കേപ്പ്, മോചനം, രക്ഷപ്പെടൽ. രക്ഷപ്പെടാൻ കഴിയില്ല, ഇത് ഈ ഭക്ഷണം കഴിച്ചാൽ രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് പറഞ്ഞ് എന്ന് പറയുന്ന പോലെ ആയിപ്പോൾ. അപ്പം ഓല അറവ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ സംസാര ഭാഷ ഉരുത്തിരിഞ്ഞ് വരുന്ന ശൈലികളാണ്. എന്തൊരു ടേസ്റ്റാണെന്നർത്ഥം. അതിവിശിഷ്ടം. വിആ, പാത്രം. വഅയഇ, വീണ്ടും പറയാണ്, അലിഫ് വന്നുകൊണ്ട് ഇറഗുലറാണ്. നിങ്ങൾ തൽക്കാലം അർത്ഥം മാത്രം പഠിച്ചോ. ഒരു കാര്യം ശേഖരിക്കുന്നതിനെ പറയാം. വക്കം, നിങ്ങൾ ഹദീസ് കേൾക്കണം. സമിഅഹ വഅഹ, അത് കേട്ടു, അതിനെ മനസ്സിലാക്കി. അപ്പോൾ വഅ എന്ന് പറഞ്ഞാൽ ഉദുനുൻ വാഇയ, കേട്ട് മനസ്സിലാക്കുന്ന ചെവി, ആ കേൾക്കുന്നതിന് അത് ഉൾക്കൊള്ളുന്നു, അതിനെ ശേഖരിക്കുന്ന അർത്ഥം. അപ്പം അതിൽ നിന്നും വിആ, പാത്രം. ഖലത്ത, ഖലത്ത് മൽത്ത്, ഇഖ്തിലാത്ത്, മുഖ്തലത്ത് എന്നൊക്കെ പറഞ്ഞില്ല, മിക്സ് ചെയ്യുന്ന അർത്ഥം. ഇഖ്തിലാത്ത്, ഫ്രീ മിക്സിങ്, ആണുങ്ങളും പെണ്ണുങ്ങളും ഇടകരുന്നതിന് ഇഖ്തിലാത്ത് എന്ന് പറയും. മഖ്ലൂത്ത്, മിക്സഡിന് മഖ്ലൂത്ത് എന്ന് പറയും. മുഖ്തലത്ത് എന്ന് പറയും. ഖലത്ത, മിക്സ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മസാലയൊക്കെ മിക്സ് ചെയ്യുന്നതിന് പറഞ്ഞു. ബിഹാറാത്ത് എന്നാണ് ഇവിടെ ഉള്ളത്. ബഹാറാത്ത് എന്നാണ് ക്ലാസിക് ഭാഷയിൽ നിങ്ങൾ കാണുക. ഈ സഹോദരി വീഡിയോയിൽ പറയുന്നത് ബുഹാറാത്ത് എന്നാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പറഞ്ഞു. ബഹാറാത്ത് ഫസ്റ്റ് ഓപ്ഷൻ, ബുഹാറാത്ത് സെക്കൻഡ് ഓപ്ഷൻ, തേർഡ് ഓപ്ഷനായിട്ട് ബിഹാറാത്ത് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഞാനൊരു വേറൊരു പോയിന്റ്, നമ്മളിങ്ങനെ വൊക്കാബുലറി ഒക്കെ പഠിക്കുമ്പോൾ എക്സ്ട്രാ പോയിൻറ്റ്സ് നിങ്ങൾ പഠിക്കണം, ടിപ്സ് പഠിക്കണം. നമ്മൾ പറഞ്ഞല്ലോ ക്ലാസ്സിൽ ടിപ്സ് വരുന്നത്. മുസല്ലഫ് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം വാക്കുകളുണ്ട്. അതായത് ഈ ഹർക്കത്ത് ഓരോന്നിനും സ്പെഷ്യൽ ഓരോ അർത്ഥം കിട്ടുന്ന ചില വാക്കുകളുണ്ട്. ഇപ്പോൾ ഇവിടെ പ്രശ്നമില്ല, വേറെ ചില വാക്കുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗംറ്, ഗിമ്ർ, ഉമ്ർ, അതിന് ഫതഹിനൊരു അർത്ഥമാണ്, കസറിന് വേറെ അർത്ഥമാണ്, ലമ്മിന് വേറെ അർത്ഥമാണ്. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് വളരെ റെയറായിട്ടുള്ള വാക്കാണ്. അതല്ലാത്ത സ്ഥലങ്ങൾ ചിലപ്പം അറബികളിങ്ങനെ ശ്രദ്ധിക്കാതെ പറയുന്ന ഹർക്കത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വളരെ കെയർലെസ് ആണ്. ബഹാറാത്ത് എന്നാണ് ക്ലാസിക് ഭാഷയിലുള്ളത്, ബിഹാറാത്ത് എന്നാണ് ഇവിടെ എഴുതിയപ്പോൾ അങ്ങനെയാണുള്ളത്. നാം പാതി പാതി ആയിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും. ഇതിൽ തെറ്റ് വരുമ്പോൾ അങ്ങ് പറഞ്ഞുതരും. തിരുത്താൻ നിൽക്കില്ല, അത് അവിടെ തന്നെ ഉണ്ടാവണം. എന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് വേറൊരു കോപ്പിയിൽ നമ്മൾ വേണമെങ്കിൽ തിരുത്തി സൂക്ഷിക്കും. അപ്പം ബഹാറാത്ത്
സ്പൈസസ് മസാലകൾ എന്ന് പറയുന്നൊരു വാക്കാണ്. സാധാരണ തവാബിൽ എന്ന് പറയും കേട്ടോ. നമ്മുടെ ഈ ക്ലാസിക് സാധനങ്ങളുണ്ടല്ലോ, അതായത് ഈ റോ സ്പൈസുകളുണ്ടല്ലോ നമ്മൾ സാധാരണ, അതിനൊക്കെ തവാബിൽ എന്ന് പറയും. ബഹാറാത്ത് എന്നുള്ള വാക്കുണ്ട്, സ്പൈസസ് അതുപോലെ തന്നെ മസാലകൾ, ഇതിനൊക്കെ പറയുന്ന വാക്കാണ്. നമ്മൾ ശുദ്ധ മലയാളത്തിൽ പോയാലും അതിന് വേറെ പേരുകളുണ്ട്. ഇപ്പോൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നൊക്കെ പറയുന്ന വാക്കൊക്കെ ഉണ്ട്. അതല്ലാതെ വേറെ 1-2 വാക്കൊക്കെ ഉണ്ടാകും. മിൽഹ് ഉപ്പ്, ഫിൽഫിൽ മുളക്. ബൂദ്ര എന്നുള്ളത് ലോപിച്ച് വന്ന വാക്കായിരിക്കണം. അതിൻ്റെ ഏതെങ്കിലും അറബി ധാതു എന്ന് വന്നാണോ എന്നുള്ളത് നോക്കണം. ഇംഗ്ലീഷ് ഇങ്ങോട്ട് വരുമല്ലോ, അറബിയിലേക്ക് കടന്നു വരുന്ന വാക്കായിരിക്കണം. ബൂദ്ര പൗഡർ. ഇപ്പോൾ നമ്മളെ പോലെയല്ല, നമ്മുടെ കിച്ചണിലുള്ള പോലെയല്ല. നമ്മൾ പലതും റോ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് പലതും പൗഡറായിട്ട് കിട്ടും അറബ് ഗൾഫ് നാടുകളിൽ. റഷ യറുഷു, റ ഷ ഷ എന്ന വാക്കിന് കൊടയെന്നർത്ഥം വരും. ഇപ്പോൾ ചെറിയ കുട്ടികളുടെ മൂത്രം, ആൺകുട്ടികളുടെ മൂത്രം ശുദ്ധിയാക്കാൻ യുറഷു, വെള്ളം കുടയണമെന്നാണോ. നജസല്ല എന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. ശുദ്ധിയാക്കുന്ന രീതിയിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് അർത്ഥം, ചെറിയ ഇളവുണ്ടെന്നർത്ഥം. പിന്നെ തബല തവാബിൽ മസാല എന്നൊക്കെ. അതേപോലെയാണ് തദ്ബീൽ, തദ്ബീല മാരിനേഷൻ അല്ലെങ്കിൽ മാരിനേറ്റഡ്, അതിൻ്റെ സീസണർത്ഥം. അപ്പോൾ തബലയിലാണ് തവാബിൽ ഉണ്ടായത് മസാലകൾ. അതേപോലെ ഇവിടെ ഫറക യഫ്രുക്കുൽ നിന്നും നഫ്രുക്കു, നമ്മൾ ഉരച്ചു കളയും. അപ്പോൾ യഫ്രുക്കു എന്നുള്ള വാക്ക് ഉരച്ചു കളയുന്നതിന് പറയുന്നൊരു പേരാണ്. അപ്പോൾ നമ്മൾ ശരീരത്തിൽ നജസ്സായി, ഉണങ്ങിയ നജസ്സാണ്, ചുരണ്ടി കളഞ്ഞാൽ പറഞ്ഞു അതൊരു സോളിഡ് സ്റ്റേറ്റിലേക്ക് എത്തി, ചുരണ്ടി കളഞ്ഞപ്പോൾ പറഞ്ഞു പോയിന്നായിരിക്കും. അപ്പോൾ അതിന് കറക്റ്റ് പറയുന്ന വാക്കാണ് ഫറക യഫ്രുക്കു. തൗസിയ നിങ്ങൾ ഗൾഫിലൊക്കെ കേൾക്കുന്ന പേരാണ്. വസ്സ യുവസ്യ തൗസിയ തവസ്സ, ഒരു കാര്യം സപ്ലൈ ചെയ്യുന്നതിനെ പറയാം, ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നതിനെ പറയാം. വസഅയിൽ നിന്നും തവസ്സ തവസ്സ വസ്സ തൗസി വസ എന്നുള്ള ആ മെയിൻ ധാതു നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ടത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ അർത്ഥം. ഫെൽജ് നമ്മൾ ഒരുപാട് ദുആയിലൊക്കെ വരുന്ന വാക്കാണ് ഫെൽജ്. അള്ളാഹു നീ ഐസ് കൊണ്ട് ശുദ്ധിയാക്കുന്നത് പോലെ. അപ്പോൾ സല്ലാജ് ഐസ് ഉണ്ടാക്കുന്ന സ്ഥലം, റെഫ്രിജറേറ്റർ, ഫ്രിഡ്ജ്. ഹവാലൈ എപ്രോക്സിമേറ്റ്ലി, ഹവാലൈ നല്ലൊരു വേർഡാണ്, നമുക്ക് ആവശ്യം വരും. റുമിയ ക്യാപ്സിക്കം. മഫ്രൂം മിൻസ്ഡ് ചോപ്ഡ്. ഹാർ 2 രീതിയിൽ, ചൂടുള്ളതിനും പറയും എരിവുള്ളതിനും പറയും. ഇംഗ്ലീഷിൽ അങ്ങനെ തന്നെയാണല്ലോ, ഹോട്ട് എന്ന് പറയുമ്പം 3-4 അർത്ഥമുണ്ട് അതിന്. ഖിദർ പാത്രം. സീനിയ ചീനച്ചട്ടി എന്ന് പറയുന്ന പോലത്തെ വാക്കാണ്. സീൻ ചൈന എന്നർത്ഥം, പക്ഷേ ഫ്രൈയിങ് പാനാണ് അവിടെ ഉണ്ടാവുക സാധാരണ, ബേക്കിംഗ് പാന്, ട്രേ, ഇതിനൊക്കെ പറയുന്ന വാരാണ്. സുബ്ദ ബട്ടർ. അപ്പോൾ സ്വാഭാവികമായിട്ടും വർക്ക് സുബ്ദ ബട്ടർ പേപ്പർ. മറക്ക കറി. ഇപ്പോൾ കറിക്ക് പറയും, സ്റ്റോക്കിന് പറയും മറക്ക. അപ്പോൾ ഇവിടെ പച്ചക്കറിൻ്റെ സ്റ്റോക്ക് എന്നൊക്കെ അതേ പറയുന്നത് കേൾക്കുന്നത്. സാധാരണ ചിക്കൻ്റെ, ബീഫിൻ്റെ, മട്ടൻ്റെ എന്നൊക്കെ പറയുന്നത് കേൾക്കാം. നുകത്തി നമ്മൾ മൂടി വെക്കും. ഓ തോ യാ വന്നു, അലിഫ് വാവ് യാ വന്നു, അപ്പം നിങ്ങൾ ആ വാക്കിനെ പിന്നത്തേക്ക് പെൻഡിങ്ങിലേക്ക് വിട്ടേക്കണം. ഇവിടെ അർത്ഥം മാത്രം മനസ്സിൽ നമ്മൾ കവർ ചെയ്യുന്ന അർത്ഥം. തോ ഒക്കെ നിൻ്റെ കണ്ണിൻ്റെ മൂടി നീങ്ങിയിരിക്കുന്നു. ഓ തോ അവസാനത്തിൽ അലിഫ്. തോ അത് യാ മറിഞ്ഞ അലിഫായി വരുന്നത്. അപ്പോൾ അങ്ങനെ മറിഞ്ഞും തിരിഞ്ഞൊക്കെ വരുന്നതുകൊണ്ടാണ് അത് ചില രൂപത്തിൽ യാ ആകും, തിരിഞ്ഞു വരുമ്പോൾ പിന്നെ അലിഫാകും. അതുകൊണ്ടാണ് അത് ഇറഗുലർ എന്നാണ് അവിടെ വിട്ടേക്കുന്നത്. ജഹസ നിർബന്ധമായിട്ട് പഠിക്കേണ്ട വാക്കാണ്. റെഡി എന്ന് പറയുന്ന വാക്ക്. ഏത് റെഡി? അത്താം ജാഹിസ്. ഇനി ആൾ റെഡി എന്നിരിക്കുക, ഞാൻ പോകാൻ റെഡി, ഫുഡ് റെഡി, അപ്പം ഡ്രസ്സ് റെഡി. അപ്പം ഒരാളാണെങ്കിലും ഒരു ഭക്ഷണമാണെങ്കിലും ഒരു ഡ്രസ്സാണ് നമ്മൾ റെഡി എന്ന് പറയുമല്ലോ, തയ്യാറായി എന്ന് പറയുമല്ലോ. മീൽസ് റെഡി, അപ്പം താം ജാഹിസ്. ഓക്കെ. കുസ്ബുറ എന്നാണ് ഇവിടെ ഉള്ളത്. കുസ്ബറ എന്നാണ് ക്ലാസിക്കൽ പറയാറുള്ളത്. ഓക്കെ, നോ പ്രോബ്ലം. കൊറിയാണ്ടർ ലീഫ്, മല്ലിയില എന്നർത്ഥം. ദാബ യദൂബു മെൽറ്റായി പോവുക. ഓക്കെ, ദാബ യദൂബു മെൽറ്റായി പോവുക. ഇനി നമുക്ക് ഇൻഷാല്ലാ ട്രാൻസ്ലേഷൻ ക്ലിപ്പ് നോക്കാം. ഈ വീഡിയോൻ്റെ വാക്കുകൾ നോക്കാം, അതിൻ്റെ ട്രാൻസ്ലേഷൻ. വസ്ഫത്തുൽ ലഹം ബിൽ ഫുർ മഅൽ ഖുദാർ. ഒരു പ്രിസ്ക്രിപ്ഷൻ. വസ്ഫത്തുൽ ലഹം. ലഹം എന്ന് സാധാരണ ഒരു ഇറച്ചി നിറം മട്ടനാണ് ഉദ്ദേശിക്കുന്നത്. ബിൽ ഫുർ ഓവൺ വെച്ചുണ്ടാക്കുന്നൊരു ഒരു കുക്കിങ്ങിൻ്റെ പ്രിസ്ക്രിപ്ഷൻ. മഅൽ ഖുദാർ പച്ചക്കറികൾ ചേർത്തിട്ട്. ഇത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട കാര്യം കേട്ടോ. അറബികൾ മട്ടൻ കഴിക്കുന്ന എല്ലാവർക്കും അറിയാം, പച്ചക്കറി ഹോൾസെയിലായിട്ട് കഴിക്കുന്നത് ആർക്കും അറിയില്ല. പിന്നെ അവർ ഒരുപാട് ടൈം സ്കിപ്പ് ചെയ്യും. ഉച്ചയ്ക്ക് ഹെവി ആണെങ്കിൽ രാത്രി സ്കിപ്പ് ചെയ്യും മിക്കവാറും. അതും നമ്മൾ ആൾക്കാർക്ക് അറിയില്ല. ഇവർ ഇത്രയും മട്ടൻ കഴിക്കുന്നത് മാത്രം അറിയാം, അല്ലെങ്കിൽ ഇറച്ചി കഴിക്കുന്നത് മാത്രം അറിയാം. മഅൽ ഖുദാർ നന്നായിട്ട് പച്ചക്കറി ചേർത്തിട്ടാണ് കഴിക്കുന്നത്. അൽ മുഖദ്ദമ, ഇത് AI കൊടുത്ത ഹെഡിങ് ആണ്. ഇതിനെ പല ഭാഗമാക്കി തിരിച്ചു ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് പറയുന്നു. അടുത്തത് മാരിനേഷൻ തദ്ബീലാണ്, പിന്നെ അതിനെ എല്ലാം കൂടെ കൊണ്ടുവരലാണ്, പിന്നെ അതിൻ്റെ കുക്കിംഗ് സ്റ്റേജാണ്. السلام عليكم. اليوم عندنا وصفة لحم بالفرن مع الخضار، طعمها ولا أروع وطريقة سهلة جدا. كل المقادير موجودة في وصف الفيديو. خلونا نبدأ.
المقدمة السلام عليكم اليوم عندنا നിങ്ങൾ ഇത് പഠിച്ചോ കേട്ടോ പ്രത്യേകം ചെറിയ ചെറിയ സെൻറ്റൻസ് എത്ര നല്ലോണം അറബി പഠിക്കാം اليوم عندنا وصفة لحم بالفرن مع الخضار اليوم today عندنا وصفة we have a prescription وصفة لحم we have a recipe وصفة لحم بالفرن ഓവനിൽ വെച്ചിട്ട് مع الخضار പച്ചക്കറിയോടൊപ്പം ചേർത്ത് ഖുദറവാത്ത് ഖ റ എന്നുള്ളത് ഖ ആണ് ഹാൽ കേട്ടോ ഹാലറല്ല ഖ പച്ചക്കറി പച്ചപ്പ് പച്ച ഇതുമായി ബന്ധം അഖ്ളർ ഗ്രീൻ ഖദ്റാഹ് സ്ത്രീലിംഗം ഖുദാർ പച്ചക്കറികൾ ഖദ്റാവാത്ത് അതിൻ്റെ ശരിയായ ബഹുവചനാണ് അത്രയും ലോങ്ങൊന്നും അറബികൾ പറയാൻ പോകുന്നില്ല ഖുദാർ തഅമുഹ അതിൻ്റെ ടേസ്റ്റ് വല അർവ ഒരു രക്ഷയില്ല ഇനി നോക്കുക ചെറിയ ചെറിയ സെൻറ്റൻസ് എന്ത് വേഗം പഠിക്കുക അറബി വതരീഖതുഹ സഹ്ല ജിദ്ദൻ അതിൻ്റെ വഴി വളരെ എളുപ്പമാണ് ജിദ്ദൻ വെരി വെരി സഹ്ല എളുപ്പമാണ് തരീഖതുഹ സഹ്ല തഅമുഹ വല അർവ ടേസ്റ്റ് ഒരു രക്ഷയില്ല കുല്ലുൽ മഖാദീർ എല്ലാ അളവുകളും മൗജൂദ ഉണ്ട് ഫി വസ്ഫിൽ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് കുല്ലുൽ മഖാദീർ മൗജൂദ ഫി വസ്ഫിൽ വീഡിയോ ഖല്ലൂന നബ്ദ ഖല്ലി let me خليني أكمل let me complete خلونا نبدأ let's start അപ്പോൾ ഖല്ലി നീ എന്നെ വിടൂ ഇംഗ്ലീഷിൽ let me എന്ന് പറയുന്ന പോലെ let's ഖല്ലൂന അപ്പോൾ ഖല്ലി ഖല്ലിനി ഖല്ലൂന ഒക്കെ പഠിച്ചു വെച്ചോ let me let us let's okay خلونا نبدأ let's start نبدأ بتتبيل اللحم بزيت الزيتون وعصير الليمون. في وعاء صغير نخلط البهارات ملح فلفل أسود ثوم بودرة بصل بودرة بابريكا وزعتر. بعدها نرش التتبيلة على اللحم ونفركها كويس لين تتوزع عليه بالكامل. ندخل اللحم الثلاجة لمدة حوالي نصف ساعة ليتشرب النكهات. ആദ്യം മാരിനേഷൻ സ്റ്റേജ് തത്ബീലുല്ലഹം ഇതൊന്നും വീഡിയോയിലില്ല ഈ ഹെഡിങ്ങൾ കംപ്ലീറ്റ് നാം പാതി പാതി ഫോർമാറ്റിൽ വന്നതാണ് نبدأ بتتبيل اللحم بزيت الزيتون وعصير الليمون അപ്പോൾ ജെയ്ത്തിന് എണ്ണക്ക് ജെയ്ത്തൂൻ എന്ന് പറയും ഒലീവിന് ജെയ്ത്തൂൻ എന്ന് പറയും ജെയ്ത്ത് ജെയ്ത്തൂൻ ഒലീവ് ഓയിൽ വഅസീർ ലൈമൂൻ ലെമൺ ജ്യൂസ് ഇത് വെച്ചിട്ട് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്യാം അപ്പോൾ തന്നെ അത് സോഫ്റ്റായി വരാൻ വേണ്ടിയാണ് ഫി വിആഇൻ സഗീർ ചെറിയ പാത്രത്തിൽ നഖ്ലിത്തുൽ ബിഹാറാത്ത് അല്ലെങ്കിൽ ബുഹാറാത്ത് നമ്മൾ തൽക്കാലം മസാലകളൊന്ന് മിക്സ് ചെയ്യാണ് മിൽഹ് ഫിൽഫിൽ അസ്വദ് ഥൂം ബൂദ്ര ബസല ബൂദ്ര എന്ത് നല്ല നാടാണ് മാഷാല്ലാ ഇതുപോലെ ഇവിടെ കിട്ടുകയാണെങ്കിൽ ഉള്ളി കട്ടിങ് എന്നുള്ള പരിപാടിയും ഒഴിവാക്കി കിട്ടണേ ഓണിയൻ പൗഡർ പിന്നെ എന്തൊക്കെയാണ് ഗാർലിക് പൗഡർ പാപ്രിക്ക സാത്തർ ഇതൊക്കെ ഇങ്ങനെ അതേ വാക്ക് തന്നെ പറഞ്ഞ് ശീലമായി ഇനി മലയാളത്തിൽ ഇംഗ്ലീഷിൽ എന്താ പറയുക നോക്കണം പാപ്രിക്ക സാത്തർ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അറിയായിരിക്കും എനിക്ക് എൻ്റെ മലയാളം ഇംഗ്ലീഷും നോക്കാൻ വിട്ടുപോയി അങ്ങനെ തന്നെ പാപ്രിക്ക സാത്തർ തന്നെയാണ് പറയല് ഗൾഫിൽ ഭക്ഷണം ഉണ്ടാക്കുക അതിനിപ്പോൾ ഇംഗ്ലീഷ് മലയാളം ഒന്നും പറയാൻ നിൽക്കുക എല്ലാവരും بعد അതിനുശേഷം നറുഷു നമ്മൾ കൊടയും തത്ബീല ഈ മാരിനേഷൻ അലല്ലഹം അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന അർത്ഥം നറുഷു സാധാരണ കൊടയെന്ന് തന്നെ പറയാം ഇവിടെ അപ്ലൈ ചെയ്യുന്ന അർത്ഥം വനഫ്രുഖുഹ കുവൈസ് ചെറുതായിട്ടൊന്ന് അതിനെ റബ്ബ് ചെയ്യും ലീൻ അവിടെ ഉള്ളത് ഇതാണ് നാം പാതി പാതി എന്ന് പറയാൻ കാരണം ഇതിന് തെറ്റി വായിച്ചാൽ മനസ്സിലാക്കാനില്ല ലി അൻ ആണ് ലി അൻ തതവസ്സ അലൈഹി ബിൽ കാമിൽ അതിൽ ഫുള്ളായിട്ട് സപ്ലൈ ആകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും ചെറുതായിട്ട് അതിനെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കും നുദ്ഖിലു ലഹ്മ സല്ലാജ നുദ്ഖിലു നാം പ്രവേശിപ്പിക്കും ഈ ഇറച്ചിയെ അദ്ഖല യുദ്ഖിലു ദഖല പ്രവേശിച്ചു അദ്ഖല പ്രവേശിപ്പിച്ചു നുദ്ഖിലു ലഹ്മ സല്ലാജ ഈ ഇറച്ചി ഫ്രിഡ്ജിൽ വെക്കണം ലിമുദ്ദത്തി ഹവാലി നിസ്ഫി സാഅ ലിമുദ്ദത്തി കാലയളവ് മുദ്ദത്തു യൗം മുദ്ദത്തു അയ്യാം മുദ്ദത്തു സന ഹവാലി നിസ്ഫി സാ ഏകദേശം ഒരു നിസ്ഫ് സാ അരമണിക്കൂർ യതസറബ എന്ന് വായിക്കാം യതശറബ എന്ന് വായിക്കാം യതസറബ നല്ല വാക്ക് നക്കഹാത്ത് ടേസ്റ്റിനും ഫ്ലേവറിനും പറയുന്ന പേരാണ് നക്കഹ എന്നതിൽ നിന്നും നക്കഹാത്ത് അതിൻ്റെ ഫ്ലേവറും ടേസ്റ്റൊക്കെ ഇറങ്ങാൻ യതസറബ ഒരു കാര്യം പതുക്കെ ഇറങ്ങി പോകുന്നതിനെ പറയാം തസറബ ഇനി തഷറബ എന്നാണെങ്കിലും കുടിച്ചിറങ്ങാൻ എന്ന് വേണമെങ്കിൽ പറയാം അതിലേക്കൊന്ന് കുടിച്ചിറങ്ങാൻ തസറബയാണ് നല്ല വാക്ക് في وعاء كبير نضيف بصل مقطع وطماطم وبطاطس وجزر وفلفل رومي وثوم مفروم. نتبل الخضار ببابريكا زعتر فلفل حار مجروش فلفل أسود وملح. نخلط كل شيء مع بعض لين الخضار تتغلف بالبهارات. അടുത്ത സ്റ്റേജ് തഹ്ലീർ വതത്ബീൽ الخضار
തഹ്ലീർ തന്നെ ഹാജരാക്കുക. നമ്മൾ പച്ചക്കറികളെ കൊണ്ടുവന്ന് അതിൽ മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. തഹ്ലീർ ഹാജരാക്കുക, തത്ബീൽ മാരിനേറ്റ് ചെയ്യുക, ഖുദാർ പച്ചക്കറികൾ. ഫി വിആഇൻ കബീർ, കണ്ടോ, മട്ടൻ ചെറിയ പാത്രത്തിലും ഇതെല്ലാം വലിയ പാത്രത്തിലുള്ളത്. നേരത്തെ ഫി വിആഇൻ സഗീറായിരുന്നു മസാല, ഫി വിആഇൻ സഗീറിൽ സ്പൈസ് ആയിരുന്നു കേട്ടോ, മീറ്റല്ല. ഫി വിആഇൻ കബീർ, വലിയ പാത്രത്തിൽ നുളീഫ് നാം ആഡ് ചെയ്യും. അലാഫ, ഇലാഫത്ത്, ചേർക്കുക. ഇലാഫത്ത് എന്നുള്ള വാക്ക് വരുമല്ലോ, സെയ്ദിൻ്റെ വീട്, സെയ്ദിൻ്റെ പേന, അപ്പോൾ പേനനെ സെയ്ദിലേക്ക് ചേർത്തു. നുളീഫ് നാം ആഡ് ചെയ്യും. ബസലൻ മുഖത്താൻ, മുറിച്ച ഉള്ളി, ടൊമാറ്റം, ടൊമാറ്റോ, ബത്താദീസ്, പൊട്ടാറ്റോ, ജസറൻ, ക്യാരറ്റ്, ഫിൽഫിൽ റൂമി, ക്യാപ്സിക്കം, സൂമൻ മഫ്രൂമൻ, മിൻസ്ഡ് ഗാർലിക്കും, ചോപ്ഡ് ഗാർലിക്. നുതബ്ബിലുൽ ഖുദാറ, അതിനെ നമ്മൾ ആഡ് ചെയ്യും, മാരിനേറ്റ് ചെയ്യും പച്ചക്കറികളെ. ഈ പച്ചക്കറികളൊക്കെ നമ്മളിവിടെ വെച്ചു. എന്നിട്ട് ഇതിലേക്ക് എന്താ ആഡ് ചെയ്യുന്നത്? പാപ്രിക്ക, ജാത്തർ, ഫിൽഫിൽ ഹാർ മജ്റൂഷ്, പൊടിച്ച ഈ ഫിൽഫിൽ ഹാർ എന്ന് പറഞ്ഞാൽ എരിവുള്ള മുളക്, ഉദ്ദേശിക്കുന്ന ചുവന്ന മുളകായിരിക്കാം. ഫിൽഫിൽ അസ്വദ്, ബ്ലാക്ക് പെപ്പർ, മിൽഹ്, സോൾട്ട്, ഉപ്പ്. നഖ്ലിത്തു കുല്ല ഷൈഇൻ മഅ ബഅദിൻ, ചിലതിനെ നമ്മളിങ്ങനെ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്യും. ലിഅൻ അൽ ഖുദാർ തതഅല്ലഫ് ബിൽ ബഹാറാത്ത്, കംപ്ലീറ്റ് സ്പോക്കൺ പ്രയോഗമാണ്. ലിഅന്നൊക്കെ വന്നു കഴിഞ്ഞാൽ സത്യത്തിൽ ഒരു ക്രിയയാണ് വരിക. പക്ഷേ ഇവർക്ക് എന്ത് ക്രിയ, എന്ത് നാമം. ലിഅൻ ചെയ്യാൻ വേണ്ടി, ആകാൻ വേണ്ടി. അൽ ഖുദാർ പച്ചക്കറി. ലിഅൻ തതഅല്ലഫ് എന്ന് ശരിക്ക് വരേണ്ടത് ഈ പച്ചക്കറി മസാലയിൽ നന്നായിട്ട് പിടിക്കാൻ. മെയിൻ തന്നെ ശരിക്കും അലഫ എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെ അതിനോട് നല്ലോണം അതിൻ്റെ അടുത്ത് നല്ലോണം ഒന്ന് ചേർന്ന് വരാമെന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചതാണ്. ഗ്രാമർ പരമായിട്ട് ഒരു മര്യാദ ഇവർ ഇവിടെ പാലിച്ചിട്ടില്ല. ലിഅൻ തതഅല്ലഫ അൽ ഖുദാറു ബിൽ ബഹാറാത്ത് എന്ന് പറയലാണ് പക്കാ ഗ്രാമർ സ്ട്രക്ചർ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല, നിങ്ങൾ വൊക്കാബുലറി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാമറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ മനസ്സിലായില്ല. ننقل الخضار في قدر للفرن أو صينية مناسبة. نضيف شوية زبدة فوق الخضار. نحط اللحم المتبل فوق الخضار مباشرة. ഇനി അടുത്തത് AI കൊടുത്ത ഹെഡിങ് ആണ്. ഇവിടെ ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ നമ്മൾ പാത്രത്തിലേക്ക് വെക്കാൻ പോവാണ്. ഇപ്പം നമ്മൾ ഇറച്ചിനെ വേറെ വെച്ചിട്ടുള്ളത്, ഫ്രിഡ്ജിലുള്ളത്, പച്ചക്കറിനെ വേറെ വെച്ചിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വെക്കേണ്ടടുത്ത് വെക്കണം. അതിന് അടുത്ത പണി. നൻഖുലു, ആക്കി വെച്ച സാധനങ്ങളെ പാത്രത്തിലാക്കാവുന്ന ഹെഡിങ് കേട്ടോ. തർത്തീബുൽ മുഖവനാത്ത് ഫിൽ ഖിദ്ർ എന്ന് പറഞ്ഞാൽ ചെയ്തു വെച്ചതിനൊക്കെ പാത്രത്തിലാക്കുന്ന സ്റ്റേജ്. അത് നിങ്ങൾ വിട്ടേക്ക്. ഈ വീഡിയോയിലുള്ളത് ഈ എഴുത്ത് മാത്രമേ ഉള്ളൂ, ഹെഡിങ് ഇല്ല. നൻഖുലുൽ ഖുദാർ ഫി ഖിദ്രിൻ ലിൽ ഫർൻ ഔ സീനിയത്തിൻ മുനാസിബ. നഖല യൻഖുലു, നീക്കുക എന്നർത്ഥം. പച്ചക്കറി നമ്മൾ മാറ്റി വെക്കുകയാണ് ഒരു പാത്രത്തിലേക്ക്. ലിൽ ഫർൻ അല്ലെങ്കിൽ ഓവണിൽ, ഔ സീനിയ മുനാസിബ, അല്ലെങ്കിൽ യോജിച്ച പാനിലേക്ക്. മുനാസിബ് യോജിച്ച എന്നർത്ഥം. നുളീഫു ഷുവൈ സുബ്ദ ഫൗക്കൽ ഖുദാർ, കണ്ടോ, കൊളോക്കിയൽ. ഷുവൈ എന്ന് പറഞ്ഞാൽ കുറച്ച്. ഷെയ് എന്നുള്ളത് ഷെയ് മിൻ സുബ്ദ എന്ന് ഖുർആനിക അറബിയിൽ പറയും. അറബികളുടെ സംസാര ഭാഷയിൽ നുളീഫ് ഷുവൈ സുബ്ദ ഫൗക്കൽ ഖുദാർ, പച്ചക്കറിയുടെ മുകളിൽ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തു. നഹുത്തുൽ ലഹ്മൽ മുതബ്ബൽ ഫൗക്കൽ ഖുദാർ മുബാശറത്തൻ, അപ്പോൾ തന്നെ എന്ത് ചെയ്തു? മാരിനേറ്റ് ചെയ്ത് വെച്ച ഇറച്ചിയെ പച്ചക്കറിൻ്റെ മുകളിലേക്ക് വെച്ചു. മുബാഷറ, ലൈവായിട്ട് അപ്പം തന്നെ വെച്ച് നടത്താം, പെട്ടെന്ന് തന്നെ വെച്ച് നടത്താം. നഹുത്തു ഹത്ത യഹുത്തു, ഇറക്കി വെക്കുന്നതിനെ പറയാം. അല്ലഹം അൽ മുതബ്ബൽ, മാരിനേറ്റഡ് മീറ്റ്. ഫൗക്ക, മുകളിൽ. അൽ ഖുദാർ, പച്ചക്കറിയുടെ മുകളിൽ. അപ്പോൾ ഒരു പാത്രത്തിൽ പച്ചക്കറി വെച്ചു, അത് പാനിലാക്കിയിട്ട് അല്ലെങ്കിൽ ഓവണിലാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് അപ്പം തന്നെ ഇറച്ചി വെച്ചു. نضيف فصوص ثوم وفلفل حار كامل وقطع فلفل رومي وأغصان روزماري حول اللحم. في وعاء صغير نخلط معجون الطماطم مع مرقة خضار وقليل من الماء. نصب الخليط في القدر بالتساوي. نضيف നമുക്ക് കുറച്ച് ചേർക്കാണ്. ഫുസൂസ് ثومൻ وفلفلا حارا كاملا, ഒരു ഫുൾ മുളകിൻ്റെ പീസ്. വഖിതഅ ഫിൽഫിൽ റൂമി, ക്യാപ്സിക്കത്തിൻ്റെ കുറച്ച് കഷ്ണങ്ങൾ. ഫുസൂസ ഥൂമിൻ, കുറച്ച് സ്ലൈസുകൾ ഇതിൻ്റെ. ഫുസൂസ ഥൂമിൻ, ഈ ഗാർലിക്കിൻ്റെ. അഗ്സാൻ റോസ്മാരി ഹൗലല്ലഹം, ഇവിടെയാണ് നമ്മളാകെ ഞെട്ടിപ്പോയത്. എന്തായാലും അതിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അഗ്സാൻ റോസ്മാരി, റോസ്മേരിൻ്റെ കുറച്ച് തണ്ടും. അഗ്സാൻ എന്ന് പറഞ്ഞാൽ ചില്ലകൾക്കാണ് പറയാം. ഇവിടെ റെയറാണ്, ജോർദാനിലൊക്കെ എല്ലാ സ്ഥലത്തും കിട്ടും. അപ്പോൾ അതിൻ്റെ മുകളിൽ റോസ്മേരിൻ്റെ ചെറിയ ചില്ലയും തണ്ട് വെച്ച് കൊടുത്തു. തണ്ടല്ല, ചെറിയ ഇത് ലീഫ്, എന്താ പറയുക, നമ്മൾ കരിവേപ്പിലൊക്കെ ഒരു ഇതുണ്ടാവില്ല, ഒരു തണ്ടുണ്ടാവില്ല, ചെറുത് ചില്ല. ഇളാഫത്തു സൽസ
വത്തഹി. ഓക്കെ, ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ ചട്നിയൊക്കെ ചേർക്കാണ്. തഹി എന്ന് പറഞ്ഞാൽ നോക്കണം, അല്ലാഹു അലം. ഞാൻ പിന്നെ ഹെഡിങ് കണ്ട് ശ്രദ്ധിച്ചില്ല, ക്ലിപ്പിൽ മാത്രമേ കേട്ടത്. ഫി വിആഇൻ സഗീർ, ചെറിയ പാത്രത്തിൽ. നഖ്ലത്തു മഅജൂന തമാത്തിം, ടൊമാറ്റോ പേസ്റ്റ്. മഅ മറഖത്തി ഖുദാർ, ഇതാണ് ആകെ ഞെട്ടിപ്പോയത്. പച്ചക്കറിൻ്റെ സ്റ്റോക്കിൻ്റെ കൂടെ, മറക്കെന്ന് പറഞ്ഞ കറി. ഖലീൽ മിനൽ മാ, കുറച്ച് വെള്ളം. അപ്പോൾ കുറച്ച് വെള്ളം, പച്ചക്കറിൻ്റെ സ്റ്റോക്ക്, പിന്നെ ടൊമാറ്റോൻ്റെ പേസ്റ്റ്. മഅജൂൻ, കുഴമ്പ്, പേസ്റ്റ് എന്നൊക്കെയാണ് പറയാം. അജന, മാവ് കുഴക്കുക. നമ്മൾ സുജൂദിന് വരുമ്പോൾ ചില സഹോദരങ്ങളും സഹോദരിമാരൊക്കെ കൈ കുത്തുന്ന കാണാം. മാവ് കുഴക്കുന്നത് പോലെ എണീക്കണം എന്നൊക്കെ പറഞ്ഞ് കൈ ചുരുട്ടി കുത്തുന്നൊക്കെ കാണാം. അല്ലാഹു അലം. നമുക്ക് എന്തായാലും അതിൻ്റെ അറബി വാക്കാണ് ഇവിടെ വിഷയം. ഫിഖ്ഹ് നമുക്ക് പിന്നെ പറയാം. കുഴക്കുന്നതിനാണ് അജന എന്ന് പറയാം. കുഴമ്പിനും കറിക്കുമാണ് മാജൂൻ, തിക്ക് കറിക്കാണ് മാജൂൻ എന്ന് പറയാം. നസുബുൽ ഖലീത, ആ ചേർത്ത് വെച്ച് നമ്മൾ ഒഴിക്കും. ഫിൽ ഖിദ്രി ബിത്തസാവി, തുല്യം കറക്റ്റ് ഈക്വലായിട്ട് ഇങ്ങനെ ഒഴിച്ചു വരണം. ഫോട്ടോ കൊണ്ട് കണ്ട് കുക്ക് ചെയ്യാൻ പഠിച്ചോ. نغطي القدر بورق زبدة وبعدين بالقصدير بإحكام. ندخله فرن محمى على حرارة 200 درجة مئوية لمدة 2 ساعات تقريباً، أو لين اللحم يصير طري جداً. نغطي القدر, പാത്രത്തെ നമ്മൾ മൂടി വെക്കും. ശ്രദ്ധിച്ചുള്ള ഇവിടുത്തെ വാക്കുകൾ കംപ്ലീറ്റ്. ബിവറക്ക് സുബ്ദത്തിൻ, ഒരു ബട്ടർ പേപ്പർ വെച്ച്. വബഅദൈൻ ബിൽ ഫസ്ദീർ ബി ഇഹ്കാം, പിന്നെ ഫോയിൽ. ഫസ്ദീർ എന്നവർ പറയുന്നത് ഫോയിലിനാണ്. വറക്ക് സുബ്ദ ബട്ടർ പേപ്പർ. ബഅദൈൻ എന്ന് പറയുന്നത് അതിന് ശേഷം എന്നുള്ളൊരു കൊളോക്കിയൽ പ്രകടനം. ബഅദൈൻ ഭക്ഷണം കഴിക്കുന്നു, ബഅദൈൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. ബഅദൈൻ വളരെ കോമൺ ആട്ടോ, ഡിക്ഷണറി തപ്പി നിൽക്കേണ്ട, ഇവിടെ കണ്ടത് വായിച്ചോളൂ. ഇത് സാധാ സംസാര ഭാഷയാണ് ഈ വാക്കുകളൊക്കെ. ബഅദൈൻ, ഷുവൈ, കുവൈസ്. നുദ്ഖിലുഹു, നാം അതിനെ പ്രവേശിപ്പിക്കണം. ഫുർനൻ, ഓവണിൽ. മുഹമ്മൻ, ഹ മീം യ, ഹ മീം യ, ചൂടാക്കുന്നതിനാ പറയാം. ഹുമ്മ, പനി വന്നു. മുഹമ്മ, ചൂടാക്കിയ ഓവൺ. അല ഹറാറത്തി 200 ദറജ, 200 ഡിഗ്രി, 100 ഡിഗ്രി സെൽഷ്യസ്. ലിമുദ്ദത്തി സാഅത്തൈന്, തഖരീബൻ 2 മണിക്കൂർ 200 ഡിഗ്രിയിലിട്ട് ചൂടാക്കി ഓവണിൽ ഇത് കൊണ്ടുവരുന്നത്. വെറുതെ അല്ല ഇവരെ ഇറച്ചി ഇങ്ങനെ സോഫ്റ്റായിട്ട് എല്ലാം മാറി വരുന്നത്. 200 ഡിഗ്രി സെൽഷ്യസിൽ 2 മണിക്കൂർ ചൂടാക്കിയ ഓവണിൽ ഇത് വെക്കേണ്ടത്. ഓക്കെ, നന്നായി. ഔ ലീൻ ലഹം യസീറ തരിയൻ ജിദ്ദ് എന്ന് പറഞ്ഞാൽ എന്നല്ല, ലിഅന്ന, ഔ വിട്ടേക്ക് നിങ്ങളത് വർത്താനത്തിൽ കയറി വന്നാണ്. ലിഅന്ന ലഹ്മ, കാരണം ഇറച്ചി ആകാൻ, യസീറ തരിയൻ ജിദ്ദൻ, നല്ല സോഫ്റ്റ് ആവാൻ. ഇതുപോലെ ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ് കുക്ക് ചെയ്യുന്നവർ. بعد ما يجهز نزينه بكزبرة طازجة. شوفوا كيف اللحم يذوب وطعمه غني ولذيذ. يقدم مع رز أو خبز وبالعافية. അടുത്ത പ്രസൻറ്റേഷൻ സ്റ്റേജാണ് തഖ്ദീം. بعدما يجهز, തയ്യാറായതിനു ശേഷം നുസയ്യിനുഹു, നമ്മളതിനെ എന്ത് ചെയ്യും, ഫുഡിനെ എന്താ പറയുക, ഗാർണിഷിംഗ് എന്ന് പറയുമല്ലോ, അതല്ലേ ആ വേർഡ്. അതിനെ തസീൻ, ഭംഗിയാക്കുക. ബികുസ്ബുറ താസജ, ഫ്രഷ് കൊറിയാണ്ടർ ലീഫ് കൊണ്ട്, നല്ല ഫ്രഷായിട്ടുള്ള മല്ലിയില കൊണ്ട്. ഷൂഫു, അടുത്ത കൊളോക്കിയൽ. നോക്കൂ. ഉൻലുറു എന്നൊക്കെ ഉള്ളതിൻ്റെ അറബി ഷുഫ്, നോക്ക്. സംസാരിച്ചുകൊണ്ടൊക്കെ പെട്ടെന്ന് അറിയും. ലുക്ക്, സി എന്നൊക്കെ പറയുന്ന പോലെ ഷുഫ്. കുറേ പേരുടെ ആയതുകൊണ്ട് ഷൂഫു. കൈഫ ലഹ്മ യദൂബ്, ഇറച്ചി അലിഞ്ഞു പോകുന്ന നോക്ക്, ഊരി വരുന്ന നോക്ക്, അല്ലെങ്കിൽ അത് കഴിക്കുന്ന സമയത്ത് അലിഞ്ഞു പോകുന്ന നോക്ക്. ഒരു കട്ടിയില്ല, ഒന്നുമില്ല. വതഅമുഹു ഗനിയ്യുൻ വലദീദ്, അതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ റിച്ച് ആണ്, ലദീദ്, വളരെ ടേസ്റ്റിയാണ്. ഖദ്ദമ യുഖദ്ദിം, പ്രസൻറ്റ് ചെയ്യണം. യുഖദ്ദമു, ഇറ്റ് വിൽ ബി പ്രസൻറ്റഡ്, അതിനെ നമ്മൾ ഡ്രസ്സ് ചെയ്യേണ്ടത്, പ്ലേറ്റ് ചെയ്യേണ്ടത്. മഅ റുസി അവിൽ ഖുബ്സ്, അതിനെ പ്രസൻറ്റ് ചെയ്യേണ്ടത് ഒന്നുകിൽ റൈസിൻ്റെ കൂടെ അല്ലെങ്കിൽ റൊട്ടിൻ്റെ കൂടെ, രണ്ടിനും ഫിറ്റാണെന്നാണ് പറയുന്നത്. അപ്പം നെയ്യപ്പം എന്നാൽ 2 ഗുണമുണ്ടെന്ന് പറയുന്ന പോലെ ഈ വീഡിയോൻ്റെ 2 ഗുണമുണ്ടായി. ഒന്ന്, അറബി പഠിക്കാൻ പറ്റി. രണ്ടാമത് റെസിപ്പി പഠിക്കാൻ പറ്റി. നമ്മളിത് വെച്ചിട്ട് ഈ കോഴ്സിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ എല്ലാ ഭക്ഷണപ്രിയരും നമ്മുടെ കോഴ്സിൽ ചേർന്ന് വരാൻ ചാൻസ് ഉണ്ട്. അത്ര നല്ല റെസിപ്പി വീഡിയോ ആണിത്. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. ഞാൻ നിങ്ങളുടെ 5-10 പ്രാവശ്യം കേൾക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളോട് വെറുതെ നിർദ്ദേശം തരാമായിരിക്കും. ഞാൻ തന്നെ ഇത് കുറേ പ്രാവശ്യം കേട്ടു. നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന വീഡിയോ. ഓക്കെ, ശുക്രൻ, ജസാക്കുമുല്ലാഹ് ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.